രാഹുലേട്ട, പാർലമെന്റിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി വലിയൊരു ബോംബ് പൊട്ടിച്ചതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ആ ഒരു ബോംബിൽ യഥാർത്ഥത്തിൽ ഭയന്ന് വിറച്ചിരിക്കുന്നത് നമ്മുടെ ഭരണപക്ഷം തന്നെയാണ്. നമ്മുടെ മുൻ കരസേനാ മേധാവിയായിരുന്ന ജനറൽ എം നരവണ എഴുതിയ ഒരു പുസ്തകം, അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ആ ഒരു പുസ്തകത്തിലെ ഒരു ഭാഗം ഈ പറയുന്നത് പോലെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചപ്പോൾ അതിന് പിന്നാലെ പ്രതിരോധവുമായി നമ്മുടെ പ്രതിരോധ മന്ത്രി തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഈ ഒരു പുസ്തകത്തെയും ഇതിലെ പരാമർശങ്ങളെയും ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ വളരെയധികം ഞെട്ടിപ്പിക്കുന്നതും നമ്മുടെ ഇന്ത്യയെ എത്രത്തോളം സുരക്ഷിതത്വത്തോടു കൂടിയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ കാണുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ ഒരു വിലയിരുത്തലാണ് ആ ഒരു പുസ്തകത്തിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ പ്രസിദ്ധീകരിക്കപ്പെടാത്ത ഒരു പുസ്തകത്തിൽ നിന്നും ഇത്രയും വലിയ വിവരങ്ങൾ പുറത്തുവിട്ടാൽ പോലും രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയല്ല, അപ്പോ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ സുരക്ഷയുടെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആർമി കമാൻഡർമാർ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിന്നുകൊണ്ട് സൈനികർ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നതെന്നെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവിയായിട്ടുള്ള നരവണെ, അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, 4 Stars ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതത്തിന്റെ കഴിഞ്ഞു പോയിട്ടുള്ള നാൾവഴികളെ കുറിച്ച് എഴുതിയൊരു പുസ്തകമാണ്. അതെ, ആ പുസ്തകത്തിന്റെ ഒരു കുറച്ച് ഭാഗങ്ങൾ കാരവാൻ എന്ന് പറയുന്ന ഒരു മാഗസിൻ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ ആ മാഗസീനിൽ പുറത്തിറക്കിയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഉന്നയിക്കാൻ പോലും സമ്മതിക്കാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു പാർലമെന്റിനെ നമ്മൾ കണ്ടിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മുടെ പ്രതിരോധ മന്ത്രി ഇറങ്ങി വന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം രൂപപ്പെടുത്തും. അദ്ദേഹം ചോദിക്കുന്നത്, ഈ പുസ്തകം ഇതുവരെ ഇറങ്ങിയിട്ടുണ്ടോ, ഈ ഇറങ്ങാത്ത പുസ്തകത്തെ പറ്റിയുള്ള കാര്യങ്ങൾ എന്തിനാണ് ഇവിടെ പറയുന്നത്, ഇവിടെ പറയുന്നതിന്റെ ഔചിത്യം എന്താണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. രാഹുൽ ഗാന്ധി സംസാരിക്കാൻ പോലും അനുവദിക്കാത്ത രീതിയിലായിരുന്നു സ്പീക്കറും. നമ്മൾ വീഡിയോ ദൃശ്യങ്ങളൊക്കെ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ നോ 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 എന്ന് സ്പീക്കർ എന്ന് പറയുന്ന രീതിയിലേക്ക് ലാസ്റ്റ് രാഹുൽ ഗാന്ധി പറയാം, എന്നാ സ്പീക്കർ പറ, ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചത്, ആ രീതിയിലേക്ക് വരെ എത്തി എന്ന് വേണമെന്ന്. കാരണം ഇത് ഇന്ത്യ മുഴുവൻ ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ വിഷയം എന്നുള്ളത്. അതിൽ അദ്ദേഹം നരവണെ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത്, ഇന്ത്യ ചൈന ക്ലാഷ് ഉണ്ടാകുന്ന ഒരു സമയത്ത്, ആ ക്ലാഷ് ഉണ്ടാകുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ കമാൻഡർ വിളിച്ചു പറയുന്നു. ആ സമയത്ത് തന്നെ ഇദ്ദേഹം എല്ലാവരെയും വിളിച്ചു പറയുന്നുണ്ട്. അതായത് അമിത്ഷായെ വിളിച്ചു പറയുന്നുണ്ട്, പ്രതിരോധ മന്ത്രിയെ വിളിച്ചു പറയുന്നുണ്ട്, അജിത് ഡോവലിനെ വിളിച്ചു പറയുന്നുണ്ട്, ഇവരെല്ലാം വിളിച്ചു പറയുന്നുണ്ട്. വിളിച്ചു പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരുമാനം എടുത്തിട്ട് എന്നോട് പറയണം, എനിക്ക് അതിനനുസരിച്ച് വേണം നീങ്ങാൻ, എൻ്റെ സൈനികരോട് എനിക്ക് എന്നിട്ട് വേണം കമാൻഡ് ചെയ്യാൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് 2 മണിക്കൂറിന് ശേഷം അമിത്ഷാ വിളിച്ചിട്ട്, ഞാൻ നരേന്ദ്രമോദിയോട് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറയുകയാണ്. ഒരു രാജ്യം യുദ്ധം ചെയ്തോളാൻ അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനോട് കരസേന മേധാവിയോട് പറയാണ്, നിങ്ങൾക്ക് യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ, എന്നാൽ യുദ്ധം ചെയ്തോ, യുദ്ധം ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട, നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ അത് കൈകാര്യം ചെയ്തെടുത്തോളാം. എന്തിനാണ് കരസേനാ മേധാവി രാജ്യത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകളോട് ഇത് ചോദിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എങ്ങനെ നേരിടണം എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ചൈനയിൽ പോയി സംസാരിക്കണോ? അപ്പൊ നമുക്കറിയാം ചൈനയും ഇന്ത്യയുമായിട്ടൊരു യുദ്ധം നടക്കുകയാണെങ്കിൽ അത് 2 രാജ്യത്തെയും നശിപ്പിക്കുന്ന രീതിയിലായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. 2 രാജ്യത്തിനും നഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല യുദ്ധം എന്ന് പറയുന്നത്. യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാ നഷ്ടം തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിനോട് പറയുകയാണ്, അദ്ദേഹം കുറെ നേരത്തേക്ക് നിശബ്ദനായി പോയി, എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം തളർന്നു പോയി എന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയുടെ കരസേനാ മേധാവി വരെ തളർന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ആരാണ് കൊണ്ടെത്തിച്ചത്? ഇവിടെ യുദ്ധം ചെയ്യണോ ചെയ്യണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ആർമി ഒന്നും അല്ല. ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയുണ്ട്, മറ്റംഗങ്ങളുണ്ട്, പ്രതിരോധ മന്ത്രിയുണ്ട്. ഇവരെല്ലാം കൂടിയിരുന്ന് തീരുമാനിച്ചിട്ട് വേണം യുദ്ധം ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത്? കരസേനാ മേധാവിയോട് പറയുകയാണ്, നിങ്ങൾ വേണമെങ്കിൽ യുദ്ധം ചെയ്തോളാം. ഇപ്പൊ പാകിസ്ഥാനിലൊക്കെ ആണെങ്കിൽ ഓക്കെ, ശരി, സമ്മതിക്കാം, അവിടെ യുദ്ധം ചെയ്യുന്ന അവിടുത്തെ സേനാധിപതികളാണ്, അവര് യുദ്ധം വേണമെന്ന് വെച്ചാൽ യുദ്ധം ചെയ്യാം, വേണ്ടെന്ന് യുദ്ധം വേണ്ട, അവര് അങ്ങനെ ഒരു രീതിയിൽ പോകുന്നവരാണ്. പക്ഷെ ഇന്ത്യ അങ്ങനെ അല്ലല്ലോ. അപ്പൊ ആ രീതിയിലേക്ക് ഇന്ത്യയെ മാറ്റി അത് അദ്ദേഹം ബുക്കിൽ വലിയ രീതിയിൽ ഒരു വിഷയമായിട്ട് തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്.
അപ്പൊ അതാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉന്നയിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ സുരക്ഷാ വീഴ്ചകൾ പല വിഷയങ്ങൾ തന്നെ, പുൽവാമ ആക്രമണം നമ്മൾ എല്ലാവരും കേട്ടതാണ്. നമ്മൾ ഇന്നും അതിനെ അനുശോചനം അർപ്പിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിനകത്ത് തന്നെ വലിയൊരു സുരക്ഷാ വീഴ്ച നടന്നു എന്നുള്ള കാര്യങ്ങളാണ് ആ പുസ്തകത്തിൽ നിന്നല്ല രാഹുൽ ഗാന്ധി ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അന്ന് പുൽവാമ ആക്രമണം നടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഡയറക്ഷൻ കൊടുത്തിരുന്നു, അവരെ റോഡിലൂടെ വിടരുത് എന്നുള്ളത്. അവർക്ക് എയർക്രാഫ്റ്റ് തന്നെ കൊടുക്കണം, റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അത് വിഷയമാകുമെന്ന് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന സമയത്ത് ആക്രമണം നടന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? റോഡിലൂടെ പോയൊരു ആ ചാവേർ വണ്ടിയുടെ മുന്നിൽ എടുത്ത് ചാടി പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം മോദിയെ വിളിച്ച് ഈ കാര്യം അറിയിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് സ്റ്റേ ക്വയറ്റ് എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു രാജ്യത്തെ പട്ടാളക്കാർ അതീവ സുരക്ഷയോടെ ഈ രാജ്യം സംരക്ഷിക്കുന്ന ആളുകൾ, അവരെ സംരക്ഷിക്കാൻ കഴിയാതെ പോയൊരു സർക്കാരായിരുന്നു നമ്മുടെ സർക്കാർ. അപ്പോൾ അതിനുശേഷം നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് പിന്നീട് പാകിസ്ഥാനിലേക്ക് യുദ്ധം ചെയ്തിട്ടാണ്. ആ യുദ്ധം ചെയ്തിട്ട് അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് സംസാരിക്കുന്നതാണ്, പുൽവാമ ആക്രമണത്തിന് പകരമായിട്ട് പാകിസ്ഥാനിലെ വീടുകളിൽ കയറി നമ്മൾ ആക്രമിച്ചിട്ടുണ്ട്, അതിനുശേഷമാണ് ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതെവിടെയാണ്? ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ്. അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു കേസുമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വോട്ട് പിടിക്കാൻ പാടില്ല എന്നുള്ള നിയമങ്ങൾ, ചട്ടങ്ങൾ നമ്മുടെ ഇവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സമയത്തും അദ്ദേഹം എന്താണ് പറയുന്നത്? ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ട്, ഈ തിരിച്ചടി ഞങ്ങളുടെ മാതൃസ്നേഹമാണ്, ഈ മാതൃസ്നേഹത്തിന് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്ത് ഞങ്ങളെ വിജയിപ്പിക്കണമെന്നാണ്. അന്ന് നല്ല ഭൂരിപക്ഷത്തിലാണ് BJP ജയിച്ചത്. ഏകദേശം 303 സീറ്റോളം വാങ്ങിയിട്ട് തന്നെയാണ് BJP സർക്കാർ അധികാരത്തിലേക്ക് വരുന്നത്. അപ്പം മാതൃസ്നേഹം വാരി തൂക്കി ഒഴുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പൊയ്മുഖങ്ങളെ അഴിച്ചുവിടുന്ന രീതിയിലുള്ള പല പുസ്തകങ്ങളും ഇവിടുത്തെ കരസേനാ മേധാവിമാർ എഴുതിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇതുവരെ എന്താണ് BJP എന്താണ് ഇപ്പോഴും പറയുന്നത്? ഞങ്ങളാണ് ഈ ഭാരതത്തിന്റെ മാതൃപുത്രന്മാർ, ഞങ്ങൾക്ക് മാത്രമേ മാതൃസ്നേഹമുള്ളൂ. ഈ ചില ആളുകളുടെ പറച്ചിലുകൾ സോഷ്യൽ മീഡിയയിൽ ആണെങ്കിലും വന്ന് പറയുന്ന, ഞങ്ങൾ ഭാരതത്തിന്റെ മക്കളാണ്, ഭാരതാംബയുടെ മക്കളാണ് എന്ന് അഭിമാനത്തോടെയാണ് അവർ പറയുന്നത്. അഭിമാനത്തോടെ പറഞ്ഞോട്ടെ, പക്ഷെ അവർക്ക് മാത്രമേ ഈ ഭാരത സ്നേഹമുള്ളൂ അല്ലെങ്കിൽ ഇന്ത്യ സ്നേഹമുള്ളൂ എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് നമുക്ക് കുരുമുട്ടുന്നത്. അപ്പോൾ ഞാൻ ഒരു ഇന്ത്യക്കാരനാണ് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. എൻ്റെ അടുത്ത് മറ്റൊരാൾ വന്നിട്ട് നീ ഒന്നും അല്ല ഇന്ത്യക്കാരൻ, നീയൊക്കെ വേണമെങ്കിൽ പാകിസ്ഥാനിൽ പൊക്കോ, നീ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളല്ലേ, ഞങ്ങൾ മാത്രമാണ് ഭാരതാംബയുടെ മക്കൾ, ഞങ്ങൾ നരേന്ദ്രമോദിയെ BJPയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മാത്രമാണ് ഭാരതാംബയുടെ മക്കൾ, അല്ലാത്തവരെല്ലാം പാകിസ്ഥാനിൽ പൊക്കോളൂ എന്ന് പറയുന്ന രീതിയിലുള്ള ഇവരുടെ സംസാരങ്ങൾ, ഇതിന് കൃത്യമായിട്ടുള്ള തിരിച്ചടിയാണ് ഈ പുസ്തകങ്ങളിലൂടെ നമുക്കറിയാൻ കഴിയുന്നത്. ഇവരുടെ ഈ ഊതി വീർപ്പിച്ച ഭാരത സ്നേഹമുണ്ടല്ലോ, അത് കുത്തിപ്പൊട്ടിക്കാൻ അധിക സമയമൊന്നും വേണ്ട എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ പ്രസംഗങ്ങൾ. അതിൽ ഭയപ്പെട്ടിട്ട് തന്നെയാണ് നരേന്ദ്രമോദി ഇരിക്കുന്നത്. നമ്മുടെ പ്രതിരോധ മന്ത്രി ചോദിച്ചതുപോലെ ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാത്തിടത്തോളം ഇതിൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയുന്നതിൽ പ്രാധാന്യമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു പുസ്തകം പുറത്ത് വരാതിരുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെ. അതെ, തീർച്ചയായിട്ടും ആ പുസ്തകം വരാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സുരക്ഷാ സംബന്ധമായിട്ടുള്ള പുസ്തകങ്ങൾ, അതായത് കരസേനാ മേധാവിമാർ ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ അത് സുരക്ഷാ സംവിധാനത്തിന്റെ കീഴിൽ കൊണ്ടുപോയി പരിശോധിച്ച് അതിനുശേഷം മാത്രമേ പുറത്തു വിടുകയുള്ളൂ. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് പുറത്തു പോയി കഴിഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിന് തന്നെ അല്ലെങ്കിൽ മോദി സർക്കാർ തകർന്ന് തരിപ്പണമാകുമെന്ന് ഉത്തമ ബോധ്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ആ പുസ്തകം ഇപ്പോഴും പൂഴ്ത്തി വെച്ചിട്ടുള്ളത്, ആ പുസ്തകം പുറത്തേക്ക് വിടാത്തത്. ആ പുസ്തകം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ BJPക്ക് പണി കിട്ടുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഭാരത സ്നേഹം പറഞ്ഞുകൊണ്ടുവരുന്ന ഈ BJPക്കാർ ഒന്നും മനസ്സിലാക്കണം, ഇത്തരത്തിലുള്ള ഒരുപാട് സുരക്ഷാ വീഴ്ചകൾ മോദി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും അവരെന്താണ് പറയുന്നത്? മോദി വന്നതിന് ശേഷമാണ് ഇവിടെ ഇന്ത്യൻ ആർമി ഉണ്ടായത്. ചില ആളുകളുടെ പറച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഇതിപ്പോ നമ്മൾ അറിഞ്ഞില്ലല്ലോ, മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇന്ത്യ തിരിച്ചടിക്കാൻ തുടങ്ങിയത്. ഇന്ത്യ രൂപീകരിച്ചിട്ട് ഏകദേശം 10-70 വർഷം കഴിഞ്ഞു, 70-75 വർഷത്തിന് മേളിലായി. അപ്പോൾ അന്നും യുദ്ധം സംഭവിച്ചിട്ടുണ്ട്. അന്നും കൃത്യമായിട്ട് ഇപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ചില
ബൈറ്റുകൾ അല്ലെങ്കിൽ അതുമായിട്ടുള്ള വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കോരിത്തെരിപ്പ് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള നേതാക്കന്മാർ ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അല്ലാതെ മോദി വന്നതിന് ശേഷം മാത്രമാണ് ഇന്ത്യ തിരിച്ചടിക്കാൻ തുടങ്ങിയത്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. മോദി മാത്രമാണ് ഇവിടുത്തെ എന്തോ വലിയ സംഭവം, മോദി വന്നതിന് ശേഷമാണ് മാത്രമാണ് ഇവിടെ സേന ഉണ്ടായത് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. സേനയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് മോദിയാണ്. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരണം. ഇന്ന് AI കാലഘട്ടമാകുമ്പോൾ അതിനനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് ആ രാജ്യം ഭരിക്കുന്ന സംവിധാനങ്ങൾ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെറിയ തോക്കുകളും കുറുവടികളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് വരും കാലത്തിനനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണം. 10-15 കൊല്ലമായിട്ട് BJP സർക്കാർ തന്നെയല്ലേ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മാറ്റേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം BJP സർക്കാരിനെയാണ്. BJP സർക്കാർ മാത്രമാണ് ഇവിടെ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ BJP സർക്കാരാണ് യുദ്ധത്തിന് പോയിട്ടുള്ളത്. യുദ്ധം ചെയ്യാൻ ആർമിക്കാർക്ക് ഏറ്റവും കൂടുതൽ കരുത്ത് പകർന്നത് മോദി സർക്കാരാണ്. ഇത്തരത്തിലുള്ള പ്രസ്താവനകളാണ് യഥാർത്ഥത്തിൽ മോശം പരാമർശം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കരസേനാ മേധാവിമാർ ഈ പുസ്തകങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വലിയ രാജ്യസ്നേഹം പറയുന്നവരുടെ രാജ്യസ്നേഹങ്ങളൊക്കെ ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്.